വളരെ സംഭവബഹുലമായ ഒരു വാർത്താ ദിനമാണ് ഇന്നലെ കടന്നുപോയത്. അതിൻ്റെ അലയൊലികളൊന്നും അടങ്ങിയിട്ടില്ല. ഇനിയും അതിനുശേഷം തുടർന്ന് വരുന്ന എല്ലാ അലയൊലികളും ഇന്നും ഉണ്ടാകും. അത്തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വളരെയധികം വെളിപ്പെടുത്തലുകളാണ് വിവിധ ഭാഗത്തു നിന്നും പലരും അനുഭവിച്ച ദുരനുഭവങ്ങളുടെ വെളിപ്പെടുത്തലുകളാണ് വരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല അധികായന്മാരും സ്ഥാനം വിട്ട് ഒഴിയേണ്ടി വന്ന ഒരു വാർത്താ ദിനം കൂടിയാണ് ഇന്നലെ കടന്നുപോയത്. അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെക്കുന്നു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെക്കുന്നു. അതിനുശേഷവും നിരവധിയായ ആളുകൾ പല തരത്തിലുള്ള പരാതികളുമായി, പലർക്കുമെതിരെ പരാതികളും വെളിപ്പെടുത്തലുമായി ഇന്നലെ രംഗത്ത് വന്നിരിക്കുന്നു. പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഈ രാജിവെച്ചവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള പ്രതികരണങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലായി എല്ലാ കാലത്തും സ്ത്രീപക്ഷ നിലപാടെടുക്കുന്ന, സ്ത്രീ സമത്വത്തിനു വേണ്ടി പോരാടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ സർക്കാർ കൃത്യമായ ഒരു നിലപാട് എടുക്കുന്നു. അന്നും ഇന്നും കേരള സർക്കാർ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുന്ന ഒരേ ഒരു കാര്യം സ്ത്രീപക്ഷ നിലപാടായിരിക്കും. സ്ത്രീകളോട് ബാധ്യസ്ഥരായിട്ടുള്ള ഒരു സർക്കാരാണിത്. സ്ത്രീകളെ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് ഈ സർക്കാർ എന്ന് മുഖ്യമന്ത്രി എല്ലാ ദിവസങ്ങളിലും എല്ലാ വേദികളിലും നമ്മളോട് പറയുന്ന കാര്യമാണ്. കൃത്യമായ നിലപാട് ഇക്കാര്യത്തിലും സ്വീകരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും വലതുപക്ഷ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ സർക്കാർ കേൾക്കേണ്ടി വന്നിരുന്നു. അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ എന്ത് സർക്കാരിന് ചെയ്യാൻ കഴിയും, എന്തൊക്കെ ചെയ്യാൻ കഴിയില്ല, ഈ റിപ്പോർട്ടിന്മേലുള്ള സർക്കാരിൻ്റെ പരിമിതി എന്താണ് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതിയിൽ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി തന്നെ കൃത്യമായ ഈ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം പഠിക്കാൻ ഹൈക്കോടതി നേരിട്ട് പരിശോധിച്ചോളാം എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു. ഇടക്കാല ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് പുറപ്പെടുവിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് സർക്കാരിന് ചെയ്യാൻ പറ്റും, അതായത് പുറത്തു വന്ന റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയെടുക്കാൻ സർക്കാരിന് ചെയ്യാൻ പറ്റും, അത് കൃത്യമായ സത്യവാങ്മൂലം നൽകാൻ കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു നിയമോപദേശം തേടി സർക്കാർ ഇന്നലെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയാണ്. സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ചൂഷണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ, ഈ ലൈംഗിക പീഡന ആരോപണങ്ങൾ, പരാതികളൊക്കെ ഈ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. കൃത്യമായി പരാതിയിൽ ഉറച്ചു നിന്നാൽ കേസെടുത്ത് മുന്നോട്ട് പോകും. ഇതാണ് സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. അതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഉന്നത വനിതാ പോലീസ് ഓഫീസർ, IPS ഓഫീസർമാരടങ്ങുന്ന 7 അംഗ സംഘത്തെയാണ് ഇതിനായി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വാർത്തകളിലേക്കൊക്കെ വരാം. തിരുവനന്തപുരത്ത് നിന്ന് നൃപൻ ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നൃപൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ് വിനിഷ, ഗുഡ് മോർണിംഗ്. നൃപൻ, ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കാനുള്ള ഒരു സാഹചര്യം തന്നെ നമുക്കറിയാം. അന്ന് മുതൽ ഇന്ന് വരെ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുന്നതിലടക്കം കൃത്യമായ നിലപാട് സർക്കാർ എടുത്തു. എന്നും സ്ത്രീപക്ഷ നിലപാടുകൾക്ക് വേണ്ടി നിലയുറപ്പിച്ചിട്ടുള്ള സർക്കാർ കൃത്യമായി ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞതാണ്, പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണ്. ഇക്കാര്യത്തിൽ ഒരു നടപടി, നിലപാട് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയായിരിക്കും. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏത് മേഖലയിലായാലും ഏത് പെൺകുട്ടിക്കായാലും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ കഴക്കൂട്ടത്തെ ഒരു പെൺകുട്ടിയുടെ കാര്യം തന്നെ കണ്ടതാണ്. കേരളത്തിൽ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന് താമസമാക്കിയ ഒരു പെൺകുട്ടിക്ക് വേണ്ടി കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ മുഴുവൻ എങ്ങനെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം വരെ നമ്മളുടെ മുൻപിലുണ്ട്. അത്തരത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ കൂടുതൽ പരാതികൾ അന്വേഷിക്കാൻ, ആ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അതിൽ കേസെടുത്ത് മുന്നോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. വിനിഷ, ഗുഡ് മോർണിംഗ്. മുഖംവരയായി വിനിഷ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കേരളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടുന്നതുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങൾ, അതിനുശേഷം കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തു വന്നു. റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളെ ചൊല്ലി വലിയ തരത്തിലുള്ള വിവാദങ്ങളുണ്ടായി. റിപ്പോർട്ടിനെ സംബന്ധിച്ച് തുടർ അന്വേഷണം വേണമെന്ന വാദം വ്യാപകമായി ഉയർന്നു. അതിനിടയ്ക്കാണ് പ്രധാനപ്പെട്ട ചലച്ചിത്ര മേഖലകളിലെ പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചുള്ള ആരോപണങ്ങൾ പരസ്യമായി ആരോപണത്തിന്
ഇരയായ പലരും പരസ്യമായി വെളിപ്പെടുത്തുന്നത്. അതിൽ 2 പരാതികളുടെ അടിസ്ഥാനത്തിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖും ഒപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചു. തുടർന്ന് ഉള്ള നടപടികളിൽ ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഇന്നുള്ള തുടർ അന്വേഷണമാണ്. അതിലാണ് സർക്കാർ കഴിഞ്ഞ ദിവസം ഈ ADGP ക്രൈംബ്രാഞ്ചിൻ്റെ ADGPയുടെ എച്ച് വെങ്കടേഷിന് മുഖ്യ ചുമതല നൽകി IG സ്പർജൻ കുമാർ അടക്കം അംഗങ്ങളായിട്ടുള്ള പ്രത്യേക ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. അതിൽ 4 പേർ വനിതാ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അവർ ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന പരാതികൾ, ചൂഷണങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഈ പരാതികളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ, പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർന്നു. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാകുന്നത്. വിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏവരും ഒരു ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇക്കാര്യത്തിൽ വനിതകൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും കേരളത്തിൽ ഉണ്ടാകില്ല എന്ന കർശനമായ നിലപാടാണ് മുഖ്യമന്ത്രി പലവട്ടം ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയായി ഇതിനെ കാണേണ്ടി വരും. അത് സാധാരണ മനുഷ്യരാകട്ടെ, ചലച്ചിത്ര മേഖലകളിൽ നിൽക്കുന്നവരാകട്ടെ, ഉന്നതരായിട്ടുള്ള പദവികൾ വഹിക്കുന്നവരാകട്ടെ, ഉന്നത വ്യക്തിത്വങ്ങളാകട്ടെ, ആർക്കെതിരെയായിരുന്നാലും ഈ പരാതികൾ വരികയാണ് എങ്കിൽ, ആരോപണമുണ്ടായാൽ അക്കാര്യത്തിൽ നിയമപരമായ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും എന്നതിൻ്റെ തെളിവാണ് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് വേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. ഇനി ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യങ്ങളിൽ ഈ പരാതി സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയും നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഇക്കാര്യങ്ങളിൽ പേരുകൾ, പരാതി ഉന്നയിച്ച സ്ത്രീകൾ അവരുടെ പരാതി രഹസ്യമായി സൂക്ഷിക്കുമെന്ന് ഹേമ കമ്മിറ്റി തന്നെ അവർക്ക് ഉറപ്പ് നൽകിയിരുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളുടെ പേരുകളൊന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലില്ല. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കൂടുതൽ തുടരന്വേഷണം നടത്തുക എന്ന കാര്യത്തിൽ നിയമപരമായ വലിയ കടമ്പകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് സിനിമാ മേഖലയിൽ അകത്തും പുറത്തും ഉയർന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥരെ, 7 അംഗ അന്വേഷണ ഉദ്യോഗസ്ഥരെ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുള്ളത്. അവർ ഈ ഹേമ കമ്മിറ്റിക്കകത്തും പുറത്തും ഉന്നയിച്ച ഈ വനിതകളിൽ നിന്ന്, ചലച്ചിത്ര പ്രവർത്തകരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുകയും അവരുടെ പരാതി ഉണ്ട് എങ്കിൽ ആ പരാതി പരിശോധിച്ച് തുടർ നടപടികളിലേക്ക് പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം തന്നെ WCCയുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള സ്വാഗതമായിരുന്നു ഈ അന്വേഷണം സംബന്ധിച്ച് ചെയ്തത്. പക്ഷേ അവർ ഈ ഹേമ കമ്മിറ്റിയിൽ നൽകിയതുപോലെയുള്ള വെളിപ്പെടുത്തലും മൊഴികളും ഇനിയും അവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് രഞ്ജിത്തിനെതിരെ കൽക്കത്തയിൽ നിന്ന് ആരോപണം ഉന്നയിച്ച നടി തുടർ അന്വേഷണമായി കേസുമായി മുന്നോട്ട് പോകാൻ താൻ തയ്യാറല്ല, അത്തരം കേസ് പ്രശ്നങ്ങളുമായി താൻ മുന്നോട്ട് പോകുന്നില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ച നടി തൻ്റെ കൈവശം തെളിവുകളുണ്ട്, ഏത് തരത്തിലുള്ള പരാതിയും അന്വേഷണവുമായി താൻ മുന്നോട്ട് പോകും എന്ന നിലപാടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി തുടരന്വേഷണം സംബന്ധിച്ച നിലപാട് വരുമ്പോൾ ഏറ്റവും പ്രസക്തമാക്കുന്നത് ഈ ആരോപണം ഉന്നയിച്ച സ്ത്രീകൾ അവരുടെ പരാതിയിൽ ഉറച്ചു നിൽക്കുകയും ഈ അന്വേഷണ കമ്മിറ്റിക്ക് മുന്നിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകുകയും തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമോ എന്ന കാര്യമാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും മറച്ചു വയ്ക്കാനില്ല എന്ന നിലപാട് തന്നെയാണ് മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് കർശന നടപടിയുമായി മുന്നോട്ട് പോകണം. നിയമപരമായി കോടതിയിൽ നിൽക്കുന്ന തരത്തിൽ, കോടതിയിൽ സംബന്ധിച്ച് നേരത്തെ വിനിഷ പറഞ്ഞതാണ്, ഈ തുടർ നടപടി കോടതിയിൽ സർക്കാരിനെ അറിയിക്കേണ്ടതുണ്ട്. അതിൽ നിയമപരമായി സാധൂകരിക്കുന്ന നടപടിക്രമങ്ങളുമായി മാത്രമേ സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയൂ. ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ആരോപണങ്ങളെ സംബന്ധിച്ച് പരാതി നൽകാനും അത് സംബന്ധിച്ച് മൊഴി നൽകാനുമുള്ള അവകാശവും ഉത്തരവാദിത്വമുണ്ട്. അതുകൂടി നിറവേറ്റണം എന്നുള്ളതാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വരും ദിവസങ്ങളിലായിരിക്കും ഇത് സംബന്ധിച്ച നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുക. ഈ റിപ്പോർട്ട് സംബന്ധിച്ച പരാതി മാത്രമല്ല, ഈ സിനിമാ മേഖലയിലെ ചൂഷണം സംബന്ധിച്ച സമഗ്രമായ അന്വേഷണം നടത്തുക. ADGP എച്ച് വെങ്കടേഷ് ഈ അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നു. അജിത ബീഗം, മെറിൻ ജോസഫ്, G പൂങ്കുഴലി, ഐശ്വര്യ ഡോങ്കറെ, അജിത്ത്
ഒപ്പം തന്നെ മധുസൂദനൻ എന്നിവരാണ് ഈ അന്വേഷണ സംഘത്തിലുള്ളത്. IG ആയിട്ടുള്ള സ്പർജൻ കുമാർ ഇതിന് മുഖ്യ നേതൃത്വം നൽകുന്നു. അതുകൊണ്ട് വനിതകൾ 4 അംഗങ്ങൾ വനിതാ ഉന്നത IPS ഉദ്യോഗസ്ഥർ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിലുണ്ട്. അതുകൊണ്ട് വിവിധ ഉദ്യോഗസ്ഥർക്ക് വിവിധ ചുമതലയായിരിക്കും നൽകുക. മൊഴി രേഖപ്പെടുത്തുക, പരാതികൾ സ്വീകരിക്കുക, അവരിൽ നിന്ന് കാര്യങ്ങൾ കേട്ടറിഞ്ഞ ശേഷം ആ തെളിവുകൾ ശേഖരിച്ച ശേഷമായിരിക്കും തുടർ നടപടി എടുക്കുക. പ്രാഥമിക അന്വേഷണമായിരിക്കും ആദ്യഘട്ടത്തിൽ നടക്കുക. അതിനുശേഷം കൂടുതൽ ഈ പരാതികളും തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് FIR രജിസ്റ്റർ ചെയ്ത് തുടർ അന്വേഷണത്തിലേക്ക് പോകും. ആ കാര്യത്തിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് തുടർന്നു പോകാനുള്ള സാധ്യതയുമുണ്ട്. നേരത്തെ വിനിഷ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ ചലച്ചിത്ര മേഖല എന്നതല്ല, ഏത് മേഖലയിലും പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക്, തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ അവകാശങ്ങളുണ്ട്. അവർക്ക് വേതനം ലഭിക്കാനുള്ള അവകാശമുണ്ട്. ആ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ചത്. അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. ആ പീഡനവും ലൈംഗിക ചൂഷണം സംബന്ധിച്ച നിയമപരമായ നടപടി മറുഭാഗത്ത് സർക്കാർ തുടരുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉന്നത അന്വേഷണ ഏജൻസി അന്വേഷണത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയും സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. വിനിഷ. നൃപൻ, ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാർ നേരിട്ടത്. ഈ പൂഴ്ത്തിവെക്കുന്നു, സർക്കാർ ഈ റിപ്പോർട്ടിന്മേൽ അടയിരിക്കുന്നു എന്ന തരത്തിലുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ വരുന്നു. പക്ഷേ സർക്കാർ കൃത്യമായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏത് സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റിയെ രൂപീകരിച്ചത് വരെ എന്ന് നമുക്കറിയാം. ഒരു പ്രമുഖ നടി, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പോലുമല്ല, നമ്മൾ പേര് എടുത്ത് അറിയാത്ത ആൾ പോലുമല്ല, അത്രയും പ്രമുഖ നടി, ഫാൻ ബേസ് ഉള്ള നടി, എല്ലാവരും അറിയുന്ന ഒരു നടി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നു. കൊച്ചിയിൽ നഗരമധ്യത്തിൽ അത്രയും തിരക്കുള്ള ഒരു റോഡിൽ വെച്ച്, കാറിൽ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു എന്ന ഒരു സാഹചര്യത്തിലാണ് ഈ വനിതകൾ തന്നെ സിനിമാ മേഖലയിലെ വനിതകൾ തന്നെ നേരിട്ട് മുഖ്യമന്ത്രിയുടെ സമക്ഷം വന്ന് ഇത്തരത്തിലൊരു പരാതി പറയുന്നു. ആ പരാതി കൃത്യമായി അന്വേഷിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ സർക്കാർ നിയോഗിക്കുന്നു. ഈ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുന്നു. ഈ റിപ്പോർട്ടിൽ ഉള്ള കാര്യങ്ങൾ കൃത്യമായി സർക്കാർ പുറത്തുവിടുന്നു. ഈ റിപ്പോർട്ടിലുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പുറത്തു വന്ന റിപ്പോർട്ടിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ നടപടികൾ സാധ്യമാണോ എന്ന് ഹൈക്കോടതിയിൽ ഒരു ഹർജി പോകുന്നു. ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടെടുക്കുന്നു. സർക്കാരിൻ്റെ പരിമിതികൾ കൃത്യമായി തന്നെ ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്നു. ഈ ഒരു പരാതി മൊഴി ഹേമ കമ്മിറ്റിക്ക് മുൻപാകെ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ ഒരു കേസ് നിലനിൽക്കില്ല, അത്തരത്തിൽ കേസെടുത്താൽ കേസ് നിലനിൽക്കില്ല, അത്തരത്തിൽ കേസുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല എന്ന കൃത്യമായ സർക്കാരിൻ്റെ വാദം ഹൈക്കോടതിക്ക് ബോധ്യപ്പെടുന്നു. ശേഷമാണ് ഹൈക്കോടതി കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു ഇടക്കാല ഉത്തരവിടുന്നത്. മുദ്ര വെച്ച കവറിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപം ഹൈക്കോടതിയിൽ ഹാജരാക്കണം. ഇതിൻ്റെ തുടർന്നുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഈ ഒരു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ, അതായത് പുറത്തു വന്ന ഭാഗങ്ങളിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന കൃത്യമായ നിലപാട്, അതായത് ലൈംഗിക പീഡന ആരോപണങ്ങൾ, പരാതികൾ കൃത്യമായി അന്വേഷിക്കും. ഈ പരാതികളിൽ ഉറച്ചു നിന്നാൽ കൃത്യമായി കേസെടുത്ത് മുന്നോട്ട് പോകും. സർക്കാർ എല്ലാ കാലത്തും വ്യക്തമാക്കി അതേ നിലപാട് കൃത്യമായി സ്വീകരിച്ചിരിക്കുന്നു. ആ നിലപാടിൽ ഒരു ഉറപ്പ് വരുത്തുകയാണ്. ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് അതൊരു ആത്മവിശ്വാസം പകരുകയാണ്, ധൈര്യം പകരുകയാണ്. അത് സംബന്ധിച്ച നടപടിക്രമങ്ങൾ തന്നെയാണ് നേരത്തെ വിനിഷ മുഖവുരയായി സൂചിപ്പിച്ചതും നമ്മളത് പ്രേക്ഷകർക്ക് വേണ്ടി വിശദീകരിക്കുകയും ചെയ്തത്. ഇക്കാര്യങ്ങളിൽ 2 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇത് സംബന്ധിച്ച ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലം എന്താണ് എന്ന കാര്യം. ചലച്ചിത്ര മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് WCC അത് സംബന്ധിച്ച മുഖ്യമന്ത്രിക്ക് അന്ന് തന്നെ നിവേദനം നൽകുന്നു. സർക്കാർ അക്കാര്യത്തിൽ കർശനമായ നടപടി സ്വീകരിക്കുന്നു. ഇന്ത്യയിൽ ഏക സംസ്ഥാനം കേരളത്തിൽ മാത്രമാണ് ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, നിലനിൽക്കുന്ന തൊഴിൽ രംഗത്ത് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പഠിക്കുന്നതിന് വേണ്ടി പ്രത്യേക കമ്മിറ്റിയെ നിയോഗിച്ചത്. അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് നൽകുമ്പോൾ തന്നെ ഹേമ കമ്മിറ്റി പറഞ്ഞു, ഈ കാര്യങ്ങളിൽ മുഖവുരയായി പറയുന്നത് അവരുടെ സ്വകാര്യത സൂക്ഷിക്കാൻ ബാധ്യസ്ഥമാണ്. അതുകൊണ്ട് ഇക്കാര്യങ്ങളിലുള്ള വിവരങ്ങൾ, അവരുടെ വ്യക്തി വിവരങ്ങൾ ഒരു കാരണവശാലും പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മിറ്റി തന്നെ രണ്ടാമത് സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് നൽകാനാകില്ല എന്ന ഉത്തരവ് വരുന്നു. ഇത് സംബന്ധിച്ച് അതിന് ശേഷമാണ് നടപടി ഓവർ റോൾ ചെയ്തുകൊണ്ട് വിവരാവകാശ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുന്നത്.
ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ തന്നെ സർക്കാർ റിപ്പോർട്ട് പുറത്തുവിടുന്നു. നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ നേരത്തെ തന്നെ സർക്കാർ ആരംഭിച്ചു. ഒന്ന്, അവിടുത്തെ വേതനം, അടിസ്ഥാന സൗകര്യങ്ങൾ, സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ സിനിമാ സെറ്റുകളിൽ ഉണ്ടായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉണ്ടായാൽ അവിടെ പ്രത്യേക കമ്മിറ്റി, അത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ, ക്രിമിനലായി നിയമപരമായി നടപടിയെടുക്കാനുള്ള വകുപ്പുകൾ, അതിൻ്റെ നടപടിക്രമങ്ങൾ, ഇതൊക്കെ തന്നെ സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ തൊഴിൽ അവസരത്തിൽ വേതനത്തിലും കൂലിയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള വിവേചനം സംബന്ധിച്ച പരാതി പ്രത്യേകം സമർപ്പിക്കുകയും ചെയ്യാം. ഇത് എടുക്കേണ്ട നടപടിക്രമങ്ങളാണ്. അത് സംബന്ധിച്ച ഈ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി. മറ്റ് ക്രിമിനൽ പ്രവർത്തനം എന്ന് പറയുന്നത് ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് സിനിമാ മേഖലയിലെന്ന് മാത്രമല്ല ഏത് മേഖലകളിലായിരുന്നാലും ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതാണ്. പക്ഷേ ഇതിലൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച അവരുടെ പേര് വിവരങ്ങളില്ല. അത് സംബന്ധിച്ച് ആരോപണ വിധേയയുടെ വിശദാംശങ്ങളില്ല. ഈ പരാതി സംബന്ധിച്ച തുടർ നടപടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എടുത്ത് കോടതിയിലേക്ക് മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ആരോപണങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന പരാമർശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാർ ആ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അവർ മൊഴി നൽകാൻ തയ്യാറാകുമോ എന്നത് പരിശോധിച്ച് പ്രാഥമികമായ കേസ് ആദ്യം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുന്നു. ഗൗരവതരമായി പരാതിയിൽ ഉറച്ചു നിൽക്കുകയും തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ തുടർ നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയും ചെയ്യും. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല. ഒന്ന്, നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ വെച്ച് കേരളം അറിയപ്പെടുന്ന ഒരു ചലച്ചിത്ര നടിക്ക് വലിയ തരത്തിലുള്ള ക്രൂരമായ ലൈംഗിക ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് സർക്കാർ എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് എന്നറിയാം. അതിൽ കുറ്റക്കാരനായ പ്രതിക്കെതിരെ നടൻ ദിലീപിനെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിൽ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കാരുടെ സമ്മർദ്ദത്തിൽ പെടുന്ന ഒരു സർക്കാരല്ല എന്ന് കേരളത്തിനോട് വിളിച്ചു പറഞ്ഞതാണ്. കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലൊക്കെ തന്നെ സുതാര്യമായി സർക്കാർ മുന്നോട്ട് പോയി. അതുകൊണ്ട് വലിപ്പച്ചെറുപ്പങ്ങൾ ഇക്കാര്യത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. സിനിമയെ സംബന്ധിച്ച് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ ആഭ്യന്തരമായ ശുദ്ധീകരണം ആ സിനിമാ മേഖലകളിലെ സംഘടന AMMA അടക്കം പരിശോധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ ദിവസം സിദ്ദിഖിന് രാജിവെക്കേണ്ടി വന്നു. അതിനകത്ത് ആഭ്യന്തരമായ ശുദ്ധീകരണം സ്വാഭാവികമായും വരും ദിവസങ്ങളുണ്ടാകും. അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം പ്രശ്നങ്ങൾ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിലും സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ചൂഷണങ്ങൾക്കെതിരെയുള്ള കർശന നടപടികളിലേക്കും ഇത് അതാത് സംഘടനകളിലേക്കും നടത്തേണ്ട ശുദ്ധീകരണത്തിൻ്റെയും ആത്മവിമർശനപരമായി സ്വയം പരിഹരിക്കേണ്ട വിഷയങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നതാണ്. അതുകൊണ്ട് ഈ അന്വേഷണവും തക്കതായ തലത്തിൽ നേരായ തലത്തിൽ മുന്നോട്ട് പോകുന്നതോടുകൂടി പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായ പ്രശ്നങ്ങൾ കൂടുതൽ പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത്. WCC ഇക്കാര്യത്തിൽ സർവാത്മന സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പരാതി നൽകിയ ഈ നേരത്തെ പരാമർശം നടത്തിയ സ്ത്രീകളടക്കം തന്നെ, വനിതകളടക്കം തന്നെ, നടിമാർ, മറ്റ് ചലച്ചിത്ര മേഖലയിൽ പങ്കെടുക്കുന്ന വിവിധ ശ്രേണിയിൽ പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ മൊഴിയുമായി മുന്നോട്ട് വരുമോ എന്ന കാര്യമാണ്. അത് അന്വേഷണ സംഘമാണ് ഇനി വരും ദിവസങ്ങളിൽ ഇവിടെ നിന്ന് മൊഴികൾ ശേഖരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാൻ പോകുന്നത്. വിനിഷ. ശരി നൃപൻ കൃത്യമായി തന്നെ ഇനി അന്വേഷണ സംഘത്തിൻ്റെ നടപടിക്രമങ്ങൾ എന്താണെന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് തരുന്നു. എല്ലാവരും നോക്കിക്കാണുന്നത്, ഇനി ഉറ്റുനോക്കുന്നത് മുന്നോട്ടുള്ള നടപടികൾ മാത്രമാണ്. കാരണം രാജിവെച്ച് കഴിഞ്ഞത് കൊണ്ട് മാത്രം ഇല്ലാതായി തീരുന്നതല്ല ഇവരുന്നയിച്ച പരാതികളും പ്രശ്നങ്ങളും ഒന്നും തന്നെ. ഈ പരാതികളൊക്കെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. ഒരു ശുദ്ധികലശം മേഖലയിൽ നടക്കേണ്ടതുണ്ട്. ആ ഒരു ശുദ്ധികലശം ഇനി ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നു. കൃത്യമായി പരാതികൾ പഠിച്ച് ഈ പരാതികളിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ കേസെടുത്ത് മുന്നോട്ട് പോയി കൃത്യമായ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണ് സർക്കാരിൻ്റെ തീരുമാനം. അത്തരത്തിൽ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. പ്രേക്ഷകരെല്ലാവരും തന്നെ ഗുഡ് മോർണിംഗ് പറയുന്നു. രാജൻ, സുകുമാരൻ ക്രിസ്റ്റൽ, ദേവരാജൻ, പ്രദീപ് കുനിയിൽ, സർജൻ, ബഷീർ, സോമൻ, അമ്പിളി, ഷിനോസ് ടീച്ചേഴ്സ് ആൻഡ് വ്ലോഗ്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നല്ലൊരു വാർത്താപ്രഭാതമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ബഷീർ കൃത്യമായി പറയുന്നു, ശക്തമായ നിയമവും ശക്തമായ സർക്കാരും ശക്തനായ മുഖ്യമന്ത്രിയുമുള്ള നമ്മുടെ ഈ ഒരു കൊച്ചു കേരളത്തിൽ ഏത് സ്ത്രീകൾക്കും അവരുടെ വിഷമങ്ങളും പരാതികളും പറയാം. കുറ്റവാളികൾക്കെതിരെ നടപടി ഉറപ്പാണ്. ആ ഒരു ഉറപ്പ് തന്നെയാണ് സർക്കാർ അധികാരത്തിൽ ഏറിയ ആ ഒരു സമയം മുതൽ മുഖ്യമന്ത്രി തന്നെ ഓരോ വേദിയിലും നമ്മളോട് വിളിച്ചു പറയുന്നത്. സ്ത്രീപക്ഷ നിലപാട് സ്വീകരിക്കും. സ്ത്രീ സമത്വത്തിന് വേണ്ടി തന്നെ പോരാടുന്ന ഒരു പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത്. വനിതകൾക്കായി, വനിതാ മുന്നേറ്റത്തിനായി വനിതകളെ തെരുവിൽ കൈകോർത്ത് പിടിച്ച് വനിതാ മതിൽ ഉയർത്തിയ രാഷ്ട്രീയ പാർട്ടി നേതൃത്വം നൽകുന്ന ഒരു സർക്കാരാണിത്. സ്ത്രീകൾക്ക് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അനീതി നേരിട്ടാൽ അതിന്
എതിരെ പ്രതികരിക്കാൻ ഒരു സർക്കാർ നമ്മളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ അടക്കമുള്ള സ്ത്രീകളുടെ ഒരു ആത്മവിശ്വാസവും മുന്നോട്ട് പോകാനുള്ള ധൈര്യവും